നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉഹുദ് മല അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹാബത്തും യുദ്ധം ചെയ്ത ഒരു മലയാണ്. അഥവാ അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനോട് പറയുമായിരുന്നു, നിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചാലും മുകളിൽ നിൽക്കുന്നവർ താഴേക്കിറങ്ങി വരരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യുദ്ധം വിജയിച്ചു, മുകളിൽ നിൽക്കുന്ന സഹാബത്ത് താഴേക്ക് നോക്കുമ്പോൾ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ പിറക്കുന്നത് കണ്ടു. യുദ്ധം വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ പിറക്കുന്ന ഒരു സാഹചര്യം കണ്ടപ്പോൾ മുകളിൽ നിന്ന സഹാബത്ത് മുഴുവൻ വിചാരിച്ചു യുദ്ധം തീർന്നു, ഇനി എന്തായാലും താഴേക്ക് ഇറങ്ങാമെന്ന ആ ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് ഒന്ന് ലംഘിക്കപ്പെടുകയാണ്. അവിടെ സഹാബത്ത് താഴേക്ക് വന്നു. ആ വരുന്ന സമയത്ത് ശത്രു സൈന്യങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. അവർ ഇരച്ചു കയറി ഈ ഉഹുദ് മലയിൽ നിന്ന് ഇറങ്ങിയ സഹാബത്തടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളും വളരെ ബുദ്ധിമുട്ടുകളും ഈ യുദ്ധത്തിൽ ഈ ഉഹുദ് മല സാക്ഷിയായി. അങ്ങനെ ഈ ഉഹുദ് മലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ലിന് കോട്ട സംഭവിക്കപ്പെട്ടു. ശരീരത്തിൽ രക്തം വരുന്നൊരു സാഹചര്യം കടന്നു വന്നു. മഹാനായ തുൽഹ റളിയല്ലാഹു തആല അൻഹു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കവചം തീർത്തു എന്നാണ്. പ്രവാചകന്റെ ശരീരത്തെ പൊതിഞ്ഞു നിർത്തി ഏത് ഭാഗത്ത് നിന്ന് അമ്പ് വന്നാലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തുൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാനം ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് തുൽഹ റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ തുൽഹ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നിരിക്കുന്നു. ശത്രുക്കൾ റസൂലുള്ള ഇവിടെയുണ്ട് എന്ന ആ ഒരു സാഹചര്യവും മനസ്സിലാക്കി ശത്രുക്കൾ വീണ്ടും ഈ ഭാഗത്തേക്ക് ഇരച്ചു കയറി. തുൽഹ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരത്തിൽ വല്ലാത്ത ഒരു സാഹചര്യമാണ്. മുറിവുകൾ കൊണ്ടിങ്ങനെ പിടയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ആ കാണുന്ന ആ മലയുടെ ആ മലഞ്ചെരി